ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായബോധത്തെ വികാരം കീഴ്പ്പെടുത്തുന്ന ചില സന്ദർഭമുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് നമ്മൾ വികാരത്താൽ ഭരിക്കപ്പെടും. അതിൻ്റെ യുക്തി എന്താണോ ന്യായം എന്താണെന്ന് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ. ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ വളരെയധികം പ്രിയപ്പെടുന്ന ഒരു ശില്പം, നിങ്ങൾ വളരെ ആഗ്രഹിച്ച് കടയിൽ നിന്ന് ഇച്ചിരി വില കൂടി നല്ല വില കൊടുത്ത് വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ശില്പം മേടിച്ചു. ഗ്ലാസ് കൊണ്ടുള്ളത് ഒരു ശില്പം. അത് നിങ്ങൾ വളരെയധികം പ്രിയപ്പെടുന്നുണ്ട്, വളരെ അട്രാക്റ്റീവാണ്, കോസ്റ്റ്ലിയാണ്. പക്ഷേ ആ ശില്പം നിങ്ങൾ വീട്ടിൽ കൊണ്ട് വളരെ കാര്യമായിട്ട് തന്നെ വെച്ചു. അത് ഗ്ലാസിൻ്റെ ആണ്. ഒരു ദിവസം നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് പൂച്ച കയറി അത് മറിച്ചിട്ട് അത് രണ്ടായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു. നിങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നും, അല്ലേ? നിങ്ങൾ ഓമനിച്ച് വളർത്തിയ പൂച്ച തല്ലിക്കൊന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ വളരെ ദുഃഖത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഈ ശില്പം രണ്ടായിട്ട് വിഭജിച്ചു പോയി, പിളർന്നുപോയി. അതിനെ വെറുതെ എടുത്ത് ഒന്ന് കൂട്ടിമുട്ടിച്ച് നോക്കും, അല്ലേ? വികാര നിർഭരിതരായി നിങ്ങൾ ആ ശില്പം രണ്ടായി പൊട്ടിപ്പോയ ആ ശില്പം വെറുതെ ഒന്ന് കൂട്ടി ആ പഴയ സ്ഥിതി എന്താണോ അതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമം നടത്തും. ഒരു വ്യർത്ഥമായ ശ്രമം. അപ്പോൾ നിങ്ങൾ ആ പൊട്ടിപ്പോയ ഭാഗം ചുമ ചേർത്ത് വെക്കും. പക്ഷെ ചേർത്ത് വെച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ നിങ്ങൾ വെക്കുന്നതുകൊണ്ട് അത് ഒട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് പ്രയോജനമില്ല, ഇത് വ്യർത്ഥമായൊരു പരിപാടിയാണ്, പൊട്ടിപ്പോയത് പോയി, അത് ഇനി വേറെ ഏതെങ്കിലും വിധത്തിൽ ഒട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ അതേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ വെറുതെ അതങ്ങ് ഒട്ടിച്ചു നോക്കും. വെറുതെ അങ്ങോട്ട് കൂട്ടി മുട്ടിക്കും. പക്ഷെ എന്തെങ്കിലും ഏറ്റവും ആദ്യത്തെ പരിപാടി ഞാൻ പറഞ്ഞു, വെറുതെ ഒന്ന് കൂട്ടിമുട്ടിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങളെ ഭരിക്കുന്ന ഒരു വികാരം അതെന്തായിരിക്കും? അവിടെ ന്യായബോധം പ്രവർത്തിക്കില്ല. മറിച്ച് ഈ സാധനം, വിലയേറിയ ഈ സാധനം പൊട്ടിപ്പോയതിലുള്ള അതിമായിട്ടുള്ള ദുഃഖത്താൽ നിങ്ങളുടെ വികാരം നിങ്ങളെ ഭരിക്കുമ്പോൾ അതിനകത്തുള്ള ന്യായോ യുക്തിയോ നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ അനേക ആളുകൾ സിനിമ കാണാറുണ്ട്. സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ കാട്ടിലൂടെ ഒറ്റയ്ക്ക് കാട്ടിൽ അകപ്പെട്ടു പോയ ഒരു കഥാപാത്രം, അതൊരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, വേറെ ആരുമില്ല, വന്യമൃഗങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആ സിനിമയിലങ്ങ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വന്യമൃഗം പ്രത്യക്ഷപ്പെടാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറ്റാക്ക് പെട്ടെന്ന് എവിടെന്നെങ്കിലും ഉണ്ടാകാം. ഈ വിധത്തിലൊക്കെ ആകാംക്ഷാപൂർവ്വമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നു. അപ്പം നമ്മളുടെ ചിന്ത എന്താ സമയത്ത്? ആരുമില്ല, ഒറ്റയ്ക്കാണ്, നമ്മൾ അതിൽ പെട്ടുപോവാണ്. നമ്മളതിൽ ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കുകയാണ്. ഇദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ, ഈ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ കഥാപാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്നാൽ അതിനകത്തൊരു യുക്തി ഇല്ലേ? അങ്ങനെ നമ്മൾ വികാരം കൊള്ളേണ്ട കാര്യം എന്താ ഉള്ളത്? അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ, ആ രംഗം ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ക്യാമറയും കുറേ ആളുകളൊക്കെ ഇല്ലേ? അത് ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഭരിക്കപ്പെടുന്നത് വികാരത്താലാണ്. ഉണ്ടോ? അപ്പോൾ അവിടെ ന്യായബോധം വർക്ക് ചെയ്യല നമ്മുടെ. ഇങ്ങനെ തന്നെയുണ്ട് മനുഷ്യൻ്റെ കാര്യത്തിലും. വളരെയധികം പ്രമുഖരായ വ്യക്തികൾ, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ, അല്ലെങ്കിൽ എപ്പോഴും ശരിയായ വിധത്തിൽ തന്നെ ന്യായം അനുസരിച്ച് ചെയ്യുന്ന ആളുകൾ, മണ്ടത്തരങ്ങൾ കാണിക്കാത്ത വ്യക്തികൾ പോലും ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വഴിപ്പെട്ടു പോകും, അല്ലേ? ഇപ്പോൾ നമുക്കറിയാവുന്ന വേറൊരു ഒരു സന്ദർഭം പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആളുകൾ തെറി പറയാറുണ്ട്, അല്ലേ? തെറി പറയുന്നത് നമ്മളെ തെറി പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് സഹിക്കാൻ പറ്റിയല്ല, വെറുതെ തെറി പറയുന്നെങ്കിൽ. പക്ഷെ നമുക്ക് ഇങ്ങനെ ന്യായബോധം ചിന്തിക്കാൻ പറ്റുമോ? അയാൾ തെറിയല്ലേ പറഞ്ഞത്, എൻ്റെ മേത്തൊന്നും കൊള്ളുന്നില്ലല്ലോ, അദ്ദേഹം അവിടെ നിന്ന് വായുവിലൂടെ എന്തൊക്കെയോ പറയുന്നു, അതിൻ്റെ ശബ്ദ തരംഗങ്ങൾ നമ്മൾ ചെവിയിൽ വന്ന് അത് ഒന്ന് ഡിക്ഷണറില്ലാത്ത 1-2 വാചകങ്ങൾ, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും കാണുകയില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന ചില അർത്ഥങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അതിന് നമുക്ക് എന്താ ചെയ്തത്? എൻ്റെ ബോഡിയിലൊന്നും പറ്റുന്നില്ലല്ലോ, എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ തെറി പറഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് നമുക്ക് അവിടെ ഡള്ളായി പോകും, നമ്മൾ വികാരം കൊണ്ടുപോകും, അല്ലേ? അപ്പോൾ ഇവിടെയും നമ്മളെ ഭരിക്കുന്ന ഒരു സംഗതി കഴിഞ്ഞാൽ വികാരമാണ്. നമ്മൾ ശരീരത്തേക്കൊന്നും ചെല്ലുന്നില്ലല്ലോ. അവൻ അവിടെ നിന്ന് ചില വാക്കുകൾ പറയുന്നു, ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകൾ. അവൻ നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്, അല്ലാതെ ഒരു വ്യാഖ്യാനം ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാൻ പോലെ അവൻ എന്തായാലും ചുമ്മാ 2 വാചകങ്ങൾ പറയുന്നു, അതിനെനിക്കെന്താണ്? എൻ്റെ ശരീരത്തൊന്നും പറ്റുന്നില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കുകയില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എല്ലായ്പ്പോഴും യുക്തിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ന്യായബോധത്താൽ ഭരിക്കപ്പെടുകയല്ല, വികാരത്താൽ ഭരിക്കപ്പെടുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പം അത് പിന്നീട് ചിലപ്പോൾ അതിൽ ചില സംഗതികൾ ശുദ്ധ മണ്ടത്തരങ്ങളായിട്ടും ഭവിച്ചേക്കാം. അതുകൊണ്ട് നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റിയല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കുന്ന സംഗതിയാണെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയായിട്ട് ഞാൻ അതിനെ ചിത്രീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതിനകത്തുള്ള ബന്ധത്തിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിൽ പിന്നെ വേറൊരു സംഗതി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അല്ലേ? ഈ ആളുകൾ ചിലപ്പോൾ അവരുടെ ചില വസ്തുവകകൾ മറ്റുള്ളവർ അതിൽ ദൃഷ്ടി വെച്ച് അതിനെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ദൃഷ്ടി അവിടെ പതിക്കാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു കോലോ അല്ലെങ്കിൽ അത് സമാനമായ വേറെ എന്തെങ്കിലും കൊണ്ടുവെക്കൂടെ, അല്ലേ? ചില നല്ലനായിട്ട് കൃഷി ഇറക്കിക്കുന്ന ഒരു പാടത്താണെങ്കിൽ ചിലപ്പം ഈ വരുന്ന പോകുന്ന ആളുകൾ അതേ നോക്കി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകുന്നോ ഒക്കെയുള്ള ധാരണ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില ബൊമ്മയൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ന്യായ വശമുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ആ വസ്തുവിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടിയിട്ട് അതിനെ നമ്മുടെ സംവേദനത്തിലൂടെ അത് തിരിച്ചറിയുക, ഇന്ന വസ്തു അത് തിരിച്ചറിയുക ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ നമ്മുടെ കണ്ണിൽ നിന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രൊഡക്ടർ പോലുള്ള ചില സാങ്കല്പിക കഥാപാത്രങ്ങൾ ആ സിനിമയിൽ അതിൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ രശ്മി പോയിട്ട് അതവിടെ ഭസ്മമാക്കി കളയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ധാരണയല്ലേ വാസ്തവത്തിൽ നമ്മളെ ഭരിക്കുന്ന അങ്ങനെ ആകുമ്പോൾ, അല്ലേ? ഈ നോക്കുന്ന വ്യക്തികളുടെ കണ്ണിൽ നിന്ന് എന്തോ ഒരു പ്രകാശമോ അല്ലെങ്കിൽ അവരുടെ കൃഷിയെ നശിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തോ ഒരു രശ്മിയോ അതുപോലെ സമാനമായിട്ടുള്ള എന്തോ പുറപ്പെട്ട് അത് കരിച്ചു കളയുന്നു എന്നുള്ള ധാരണയല്ലേ ഉള്ളത്. അങ്ങനെയാണ് വാസ്തവത്തിൽ. അതിന് എന്തെങ്കിലും സയൻസ് ഉണ്ടോ ഇത് ചോദിക്കേ? യാതൊരു സയൻസും ഇല്ല. അപ്പോൾ ഇതും എന്താണ്? നമ്മൾ വികാരത്താൽ ഭരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണ്. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് വിലയിരുത്തി നോക്കുക. ഇങ്ങനെയുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലത് ബോധപൂർവം ചെയ്യുന്നതല്ല, എന്നാൽ ചിലത് ഒരു പരിധിവരെയും മറ്റുള്ളവരുടെ സമ്മർദ്ദത്താലോ അതല്ലെങ്കിൽ ഒരുപക്ഷെ ചില പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ അറിയാതെ തന്നെ വന്നു പോകുന്നതാണ്. ഏതായാലും നമുക്ക് ഇതിൽ പലതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്നാൽ ചിലതിനെ നമുക്ക് ചില സംഗതികളെ അതിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില ടിപ്സുകൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. പിന്നെ ഈ വീഡിയോ ഇത് കുറേ നാളായിട്ട് ഞാൻ തുടരുന്നുണ്ട്. അധികം ഇല്ല, എന്നാലും ഒരു 10-15 വീഡിയോ ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് വരുന്നത്, ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ, പ്രസക്തിയുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻസിൽ അത് രേഖപ്പെടുത്തുക. ഇനി വേറെ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഏതായാലും നിങ്ങളുടെ പ്രോത്സാഹനത്തിനൊക്കെ വളരെ നന്ദി. നമുക്ക് മറ്റൊരു സമാനമായ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.